പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2026 മാർച്ച് മാസം 15-ാം തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആരംഭ ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ, കർത്താവിനെ ആരാധിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കൈകളെ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കർത്താവിന് നന്ദിയോടെ ഒന്ന് സ്തോത്രം പറഞ്ഞേ. കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം സ്തോത്രം. രാത്രികാലം നല്ല ഉറക്കം നിന്ന് കർത്താവ് നമ്മളെ അനുഗ്രഹിച്ചില്ലേ? കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ആമേൻ. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഈ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയില്ലേ? അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവിൻ്റെ വൻ കൃപകൾക്കായിട്ട് കർത്താവിനോട് പറ. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനാകുന്നു, കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാണ്. ഒരിക്കലൂടെ കൈ ഉയർത്തി പറഞ്ഞാണ്ട്, യഹോവ നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഒരിക്കലൂടെ പറഞ്ഞാണ്ട് ശബ്ദം ഉയർത്തി, എൻ്റെ കർത്താവ് നല്ലവനാകുന്നു, എൻ്റെ കർത്താവിൻ്റെ ദയ ഇന്നും എന്നേക്കുമുള്ളതാകുന്നു. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം 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 സ്തോത്രം. കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദി പറഞ്ഞാട്ട്, കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്, കർത്താവിൻ്റെ സ്നേഹത്തിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട്, ഓരോ നാളും നമ്മളെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ട്, ഓരോ ദിവസവും അത്ഭുതകരമായി സൂക്ഷിക്കുന്നത് ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ട്, നമ്മളെ പരിപാലിക്കുക. യഹോവ ജൈറയായി നമ്മുടെ കൂടെ ഇരുന്ന് നമുക്കൊന്നിനും കുറവ് വരുവാൻ അനുവദിക്കാതെ നമ്മളെ കരുതുന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ട്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മളെ സംരക്ഷിക്കുന്ന ആ കർത്താവിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദി പറഞ്ഞാട്ട്. സ്നേഹം കൊണ്ടാണ് ഒരപ്പൻ തൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുന്നത്, സ്നേഹം കൊണ്ടാണ്. ആമേൻ. കരുതുന്നത് സ്നേഹം കൊണ്ടാണ്. ഇതുപോലെ സ്വർഗീയ പിതാവ് നമ്മളെ സൂക്ഷിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. നമ്മുടെ കാൽ കണ്ടി തെറ്റി പോകാതെ നമ്മുടെ സകല വഴികളിലും നമ്മളെ സൂക്ഷിക്കുന്നത് നമ്മളോടുള്ള സ്നേഹമാണ്. ഹല്ലേലൂയ. അതുപോലെ നമ്മളെ കരുതുന്നത്, നമുക്കൊന്നിനും കുറവ് വരുവാൻ അനുവദിക്കാതെ നമ്മളെ കരുതുന്നത് സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ഈ പ്രഭാതത്തിൽ അപ്പൻ്റെ സ്നേഹത്തിനായിട്ട് ആ കൈകളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞാട്ട്. അപ്പോൾ ആ നന്ദിയോടെ സ്തോത്രം. അപ്പോഴേക്ക് ഞങ്ങളോടുള്ള സ്നേഹം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങളോടുള്ള വാത്സല്യം ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ സ്നേഹിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ കുറവുകളെ, പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിച്ചതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പാപങ്ങളെ ഞങ്ങളോട് ഓർക്കുന്നില്ലല്ലോ, അതിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതത്തിൽ. അപ്പോൾ ഞങ്ങളെ അങ്ങ് സ്നേഹത്തോടെ കരുതുന്നത് ഓർക്കുമ്പോൾ, സ്നേഹത്തോടെ പരിപാലിക്കുന്നത് ഓർക്കുമ്പോൾ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിനായിട്ട് സ്തോത്രം. അങ്ങ് നല്ലവനാകുന്നു, അങ്ങ് വിശ്വസ്തനാകുന്നു, അങ്ങ് പ്രാർത്ഥന കേൾക്കുന്നവനാകുന്നു, അങ്ങ് പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നവനാകുന്നു. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉള്ളതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ഉപവാസത്തോടും പ്രാർത്ഥനയോടും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുക. അങ്ങയുടെ തിരുവെഴുത്തി പറഞ്ഞു, തൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ആമേൻ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആമേൻ അങ്ങ് ഉത്തരമരുളുവെന്നാണ് പറഞ്ഞത്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ലോകരാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ലോകരാജ്യങ്ങളിൽ സമാധാനമുണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സമാധാനം ലോകരാജ്യങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവിക സ്വസ്ഥത ലോകരാജ്യങ്ങളിൽ ഉണ്ടാകട്ടെ. ദൈവിക പ്രവൃത്തി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉണ്ടാകുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ആമേൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിഡിൽ ഈസ്റ്റിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവിക സമാധാനത്താൽ മിഡിൽ ഈസ്റ്റിനെ കർത്താവ് നിറയ്ക്കുന്നതിന് സ്തോത്രം. ആമേൻ. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ രോഗശക്തികളും വിട്ടുമാറട്ടെ. കേൾവിക്കുറവ് മാറിപ്പോകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ കേൾവി സംബന്ധമായ ബുദ്ധിമുട്ടുകളും ഇപ്പോൾ സൗഖ്യമാകട്ടെ. സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തൻ്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കണം. ആമേൻ. പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ മേൽ പ്രത്യേക കൃപയുണ്ടാകണം. പിഞ്ചു കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ മേലും ദൈവിക പ്രൊട്ടക്ഷൻ ഉണ്ടാകണം. എല്ലാ ഭയങ്ങളും അവരുടെ ഉള്ളിൽ നിന്ന് മാറിപ്പോകണം. അതുപോലെ കർത്താവേ, ഞങ്ങൾ വിവാഹപ്രായമായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് അവരുടെ വിവാഹം നടക്കുന്നതിനായിട്ട് സ്തോത്രം. ആമേൻ. കർത്താവിൻ്റെ കരങ്ങളിൽ എല്ലാവരും ഞങ്ങൾ ഏൽപ്പിക്കുക. ഈ ദിവസത്തെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. അങ്ങയുടെ തിരുനാമം മഹിമപ്പെടുവാൻ അങ്ങിട വരുത്തുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ആരംഭ ദിവസം പ്രാർത്ഥനയിലും ഉപവാസത്തിലും ആയിരിക്കുന്ന എല്ലാ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഓരോ കുഞ്ഞുങ്ങളെ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർ അങ്ങയുടെ സന്നിധിയിൽ ആമേൻ അവരുടെ സമയം വേർതിരിച്ച്
ഈ ദിവസങ്ങൾ അങ്ങയോട് പറ്റിച്ചേർന്നിരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അതിനുള്ള കൃപ കൊടുക്കണം, അതിനുള്ള സാഹചര്യങ്ങളെ കൊടുക്കണം. എല്ലാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ദൈവിക സ്വസ്ഥതയും സമാധാനവും നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തവരെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ ആമേൻ വേർപെട്ടിരിക്കുവാനുള്ള കൃപ കൊടുക്കണം. അതിനുള്ള സമയവും സാഹചര്യവും കൊടുക്കണം. പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുക്കണം. വചനം ധ്യാനിക്കാനുള്ള കൃപ കൊടുക്കണം. പ്രത്യേക പ്രൊട്ടക്ഷനും പ്രത്യേകമായ ദൈവിക സംരക്ഷണവും കൊടുത്ത് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. സകല മഹത്വവും പുകഴ്ച അപ്പയ്ക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. വലിയ ദൈവിക കൃപ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നിറഞ്ഞു കവിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിനകത്ത് കർത്താവ് നിങ്ങളെല്ലാവരെയും ആക്കട്ടെ. പ്രത്യേകിച്ച് നമുക്ക് ഇന്ന് മുതൽ നമ്മുടെ ഗ്ലോബൽ പ്രെയർ ആൻഡ് ഫാസ്റ്റിംഗ് ആണ്. ഇന്ന് 1ാമത്തെ ദിവസമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും നിങ്ങളുടെ സമയം അതിനുവേണ്ടി പ്രത്യേകം വേർതിരിക്കുകയും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് വൈകിട്ട് ഇന്ത്യൻ സമയം 9 മണിയോടുകൂടെ ആമേൻ നമ്മൾ ഓൺലൈനിൽ കൂടി വരും. പ്രാർത്ഥിക്കാൻ എല്ലാവരും ഒന്നിച്ചു കൂടി ഇന്ന് പ്രാർത്ഥിക്കുവാനും കർത്താവ് തരുന്ന ആലോചനകളെ സ്വീകരിപ്പാനുമായിട്ട് ഇന്ത്യൻ സമയം 9 മണിക്ക് രാത്രി നമ്മൾ കൂടുവാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും ആ പ്രാർത്ഥനയിലും പങ്കെടുക്കണം. കൂടാതെ പകൽക്കാലം പ്രാർത്ഥിക്കുക, രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവിക സമാധാനം രാജ്യങ്ങളിൽ ഉണ്ടാകുവാൻ, ദൈവപ്രവൃത്തി ദേശങ്ങളിൽ വെളിപ്പെടുവാൻ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണം. ഓക്കെ, ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് തന്നിരിക്കുന്ന ആലോചന എന്ന് പറയുന്നത് 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം. 2 Corinthians ചാപ്റ്റർ നമ്പർ 10:4. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ എന്തല്ല? ജഡീകങ്ങളല്ല. പിന്നെന്താണ്? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. എഫേസ്യലേഖനം 6-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ. അപ്പം ഈ പ്രഭാതത്തിൽ ദൈവമക്കൾ തിരിച്ചറിയണം, നമുക്കെല്ലാവർക്കും അതായത് സ്പിരിച്വൽ ബാറ്റിലുണ്ട്. ആത്മീകമായ ഈ പോരാട്ടങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നേരിടും. ആമേൻ. നമ്മൾക്ക് ചുറ്റും കാണുന്ന പല കാര്യങ്ങളുടെയും പിൻപിൽ ഈ ആത്മീകമായ പോരാട്ടങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പം അതിന് എല്ലാത്തിനും ഒരു ആത്മീകമായ വേര് കാണും, ഒരു സ്പിരിച്വൽ റൂട്ട് കാണും. അതുകൊണ്ട് അപ്പോസ്തലൻ പറഞ്ഞത്, നമുക്ക് പോരാട്ടം മനുഷ്യരോടല്ല, നമുക്ക് പോരാട്ടം ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടും. അപ്പോൾ ആ വാഴ്ചകളോടും അധികാരങ്ങളോടുമുള്ള പോരാട്ടം നമുക്ക് മാനുഷിക ശക്തി കൊണ്ടല്ല, പിന്നെയോ സ്പിരിച്വൽ പവറിലാണ് നമ്മളതിനെ ജയിക്കേണ്ടത്. അതിനാണ് പ്രാർത്ഥനയും ഉപവാസവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളെ ദൈവവുമായിട്ട് കണക്റ്റ് ചെയ്യുക, കർത്താവുമായിട്ട് നമ്മൾ കൂടെ ഇരിക്കുന്ന സമയം ആ പ്രെയർ ടൈം എന്ന് പറഞ്ഞു, ഫെലോഷിപ്പ് ടൈം. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുക, കർത്താവിൻ്റെ അടുക്കലിരിക്കുക. നമ്മൾ ഈ ദൈവ സാന്നിധ്യത്തിലിരിക്കുന്നതിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തുവാനും നമ്മുടെ ബോഡിയെ നമ്മുടെ ബോഡി ആൻഡ് സ്പിരിറ്റ്, നമ്മുടെ ശരീരവും ആത്മാവും ഒക്കെ ദൈവത്തോട് കൂടുതൽ സെൻസിറ്റീവായി തീരുവാൻ കാരണമായി തീരും. അപ്പം പ്രാർത്ഥന നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കുമ്പോൾ നമ്മുടെ ഉപവാസം എന്ന് പറയുന്നത് നമുക്കൊന്ന് താഴ്മ വരും. അതായത് നമ്മുടെ ശരീരവും ആത്മാവും ഒക്കെ ദൈവത്തിൻ്റെ ആലോചനകൾക്ക് കൂടുതൽ സെൻസിറ്റീവായിട്ട് തീരുവാൻ കർത്താവ് സഹായിക്കും. അപ്പോൾ നമ്മൾ ഒരു ദൈവ പൈതൽ പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? സ്പിരിച്വൽ സ്ട്രോങ് ഹോൾഡ്സ്, അതായത് കോട്ടകൾ, പൈശാചിക കോട്ടകൾ തകരുവാൻ ഇടവരും. ഹൃദയങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകാൻ കാരണം വരും. ദൈവിക ഗൈഡൻസ് അവിടെ നമുക്ക് റിലീസ് ചെയ്യപ്പെടും. കർത്താവ് പറയും, ഇന്ന പോലെ ചെയ്, ഇന്ന കാര്യങ്ങൾ ചെയ് എന്ന് പറയും. റിവൈവൽ, ആത്മീക ഉണർവുകൾ തുടങ്ങുവാൻ കാരണമാകും. അപ്പോൾ പ്രാർത്ഥനയും ഉപവാസവും നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കാം? സ്പിരിച്വൽ സ്ട്രോങ് ഹോൾഡ്സ്, അതായത് ദൈവമക്കൾക്ക് വിരുദ്ധമായി പൊങ്ങി നിൽക്കുന്ന ആത്മീക കോട്ടകൾ തകരുവാൻ, പൈശാചിക കോട്ടകൾ തകരുവാൻ ഇടവരും. സ്പിരിച്വൽ സ്ട്രോങ് ഹോൾഡ്സ് എന്ത് ചെയ്യും? തകരും. ഹൃദയങ്ങൾക്ക് രൂപാന്തരം ഉണ്ടാകും, ഒത്തിരി മാറ്റം നമ്മുടെ ഉള്ളിലുണ്ടാകും. അടുത്തത് ദൈവികമായ ഗൈഡൻസുകളെ സ്വീകരിപ്പാൻ കഴിയും. പിന്നീട് സംഭവിക്കുന്നത് എന്തുവാ? ഉണർവുണ്ടാകും. നമ്മുടെ ഉള്ളിലും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവരുടെ ഉള്ളിലും ഉണർവുണ്ടാകും. നമുക്കറിയാം, യേശു പോലും തൻ്റെ ഈ ലോകത്തിലെ ശുശ്രൂഷയിൽ പ്രാർത്ഥനയും ഉപവാസവും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. താൻ ശുശ്രൂഷയെ ആരംഭിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്തു? പ്രാർത്ഥനയിലും ഉപവാസത്തിലും. അപ്പോൾ നമ്മുടെ ആ സ്പിരിച്വൽ സെൻസ്, അതായത് ആത്മീകമായ നമ്മുടെ
ശക്തിയെ വർദ്ധിപ്പിക്കുക. പ്രാർത്ഥനയിൽ ഉപവാസത്തിലൂടെ കൂടെ ഇരിക്കുമ്പോൾ നമ്മൾ കർത്താവിനോടുകൂടെ ചേർന്നിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒന്ന് ഭക്ഷണം മാറ്റി വെക്കുന്നത് കൊണ്ടൊന്നും ഒന്നും സംഭവിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും സമയം കണ്ടെത്തണം. ചിലർക്ക് ഭക്ഷണം മാറ്റി വെക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അയ്യോ, ഞാൻ കഴിച്ചില്ലേ ഒന്നും സംഭവിക്കത്തില്ല. ആമേൻ. അതുകൊണ്ട് ഈ 5 ദിവസങ്ങൾ, ഇന്നു മുതൽ വ്യാഴാഴ്ച വരെയുള്ള ദിവസങ്ങൾ, ആമേൻ, നമ്മൾ ഗ്ലോബലി എല്ലാവരും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ച് ഉപവസിക്കുക. അത് ഭയങ്കര ഇമ്പാക്റ്റ് കൊണ്ടുവരും. നിങ്ങൾ നോക്കിക്കോ, ഈ 5 ദിവസം കഴിയുമ്പോഴത്തേന് വലിയ മാറ്റങ്ങൾ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എല്ലാവരും തന്നെ അതിൽ പങ്കാളികളാകും. ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളൊരു തീരുമാനം എടുക്കുക. ഞാനും ഈ ഗ്ലോബൽ പ്രെയർ ആൻഡ് ഫാസ്റ്റിങ്ങിൻ്റെ ഭാഗമാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. അപ്പം നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് പറഞ്ഞ് നിങ്ങൾ ഐക്യമത്യപ്പെടുക. അപ്പം നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഒരു ഐക്യതയുണ്ടാകും. ആമേൻ. അവിടെ ഈ ആത്മീക അന്ധകാരത്തെ തള്ളി മാറ്റുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പദ്ധതികളെ അക്രോസ് ദ വേൾഡിൽ റിലീസ് ചെയ്യുവാൻ കാരണമായി തീരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ആമേൻ, ലോകവ്യാപകമായ ഉണർവിൻ്റെ ഒക്കെ പിമ്പിൽ ആമേൻ ഇങ്ങനെയുള്ള ഉപവാസവും പ്രാർത്ഥനയുമായിരുന്നു. അതുകൊണ്ട് ഇന്ന് പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇത് സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളെ തന്നെ ഈ 5 ദിവസം പ്രാർത്ഥനയ്ക്കായിട്ടും ഉപവാസത്തിനായിട്ടും വേർതിരിക്കുക. ആമേൻ. ഈ ഓരോ ദിവസവും പർട്ടിക്കുലർ ടൈം കൂടുതൽ സാധാരണ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അധികം പ്രാർത്ഥിക്കുക. നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളെ ഫോക്കസ് ചെയ്താൽ പ്രാർത്ഥിക്കും. അതിന് പകരമായി ഇന്ന് രാജ്യങ്ങളെ ഫോക്കസ് ചെയ്ത് ദൈവിക സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകുവാൻ, സുരക്ഷിതത്വം ഉണ്ടാകുവാൻ, അരാജകത്വങ്ങൾ മാറുവാനായിട്ട് പ്രാർത്ഥിക്കുക. ആമേൻ. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളെ ഒന്ന് സൈഡിലോട്ട് മാറ്റിവെച്ച് അവൻ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഒരു ഉണർവിന് വേണ്ടി, സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി, ലോകവ്യാപകമായ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ കർത്താവ് നമ്മളെ എല്ലാവരെയും അസാധാരണമായ ലെവലിലേക്ക് മാറ്റുവാൻ ഇടവരുത്തും. ഹല്ലേലൂയ. ആമേൻ. ഒരു കാര്യം ഓർത്തോണം, ദൈവമക്കൾ പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും സമയം മാറ്റിവെക്കുമ്പോൾ സ്വർഗം നമുക്കായി മൂവ് ചെയ്യാൻ തുടങ്ങും. ഇരുട്ടിൻ്റെ അധികാരങ്ങൾ മാറുവാനും തുടങ്ങും. നമുക്ക് കണ്ണുകളടയ്ക്കാം. പിതാവേ, ഈ 1-ാം ദിവസത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഉപവസിച്ച് അങ്ങയുടെ സന്നിധിയിലിരിക്കുവാൻ, ദൈവശക്തി പ്രാപിപ്പാൻ, വലിയ മാറ്റങ്ങൾ ലോകവ്യാപകമായി കാണുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ ഉയർത്തി പറയാം. കർത്താവിൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. എൻ്റെ പാനപാത്രം നിറഞ്ഞ് കവിയും. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞങ്ങൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ, കടൽക്കരയിലെ മണൽത്തരി പോലെ അത്യന്തം വർദ്ധിച്ച് പെരുകും. വി ആർ ബ്ലസ്ഡ്. വി ആർ റിയലി ബ്ലസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു.